ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എനിക്ക് ചെടിത്തോട്ടം വന്നിങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തൊക്കെ പണികളൊക്കെ ഉണ്ടായാലും ഞാൻ രാവിലെ തന്നെ ഇവിടെ ഒന്ന് റൗണ്ട് അടിക്കും. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് പിന്നെ ചെടികളൊക്കെ നനയ്ക്കുമ്പോൾ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ചു തുടങ്ങി. പിന്നെ പ്ലാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടാണ്. ഇന്നലെ രാത്രി ഞാനിവിടെ ചെടികളൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തു. ഈ ചെടികളൊക്കെ ഞാനവിടെ വെച്ച സമയത്ത് അവിടെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നല്ല പോലെ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി. അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റി പഴയ പോലെ തന്നെ ഇവിടേക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ജറാബറയും പിന്നെ ഇവിടെ ഉണ്ടായ ഗ്രൗണ്ട് ഓർക്കിഡിനെ ഇത് ഇവിടേക്ക് മാറ്റി സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. പിന്നെ താമരയുടെ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇന്നൊരു സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ ചെറിയൊരു ബഡ് വന്നിട്ടുണ്ട്. ഈ ഒരു താമര അമേരിക്ക മേലിയാണ് കേട്ടോ. ഞാൻ കേട്ടേക്കുന്നത് ഇതിന് കുറേ ബഡ് വന്ന് കുറേ ഫ്ലവറുകൾ ഉണ്ടാവുന്നതാണ് കേട്ടോ കേട്ടേക്കണേ. പിന്നെ ദേ ഇതുമ്പോൾ കുറേ അയിനിച്ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ ചക്ക നമുക്ക് കഴിക്കാൻ കിട്ടില്ല, പക്ഷെ കുറേ കാക്കകൾക്കും മണ്ണാനും കിളികൾക്കും ഒക്കെ കേട്ടോ ഇത് കഴിക്കാൻ കിട്ടുക. പിന്നെ കുറേ ദേ ഇങ്ങനെ കേടായും കിടക്കും. പിന്നെ ദേ ഇവിടെ ചീരഭാവിതൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഉറുമ്പും തിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് വീടിന് ചുറ്റും നടന്നിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് അടുക്കളയത്തെ പരിപാടികളൊക്കെ നോക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി മുരിങ്ങയിലയുടെ ഇത് ഒടിക്കാൻ കേട്ടോ. അപ്പോൾ അതേ ഉപ്പുമാവിലേക്ക് ഇടാനുള്ള ക്യാരറ്റും സബോളയൊക്കെ ഞാൻ ഇതിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് എടുക്കാൻ കേട്ടോ. ഒരു സബോളയും ഒരു ക്യാരറ്റും 3 പച്ചമുളകും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്നിച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കണത്. ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഈ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടിയൊക്കെ കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉഴുന്നിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ഇതിലേക്ക് 2 ഉണക്കമുളക് ഇങ്ങനെ പകുതിയാക്കി ഇട്ട് കൊടുത്തു, ഒന്ന് വാട്ടിയെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കറികളും ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുരിങ്ങയില ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലപോലെ ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇവിടെയാണെങ്കിൽ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ടാണ് കേട്ടോ പിന്നീട് കുറവുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാറ്. പിന്നെ അത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാറൊക്കെ ഉണ്ട്. പിന്നെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ വറുത്ത റവ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ പച്ചറവ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ നമ്മൾ റവ വറുത്തത്. എന്നിട്ട് അതിലിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു കേട്ടോ. അങ്ങനെ ദേ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദേ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ദേ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാൻ കേട്ടോ. ചായ കുടിക്കലും പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ കറിയുടെ പരിപാടികൾ നോക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നലെ ആൻറ്റിയുടെ അവിടെ പോയപ്പോൾ ആൻറ്റി ഒരു ചക്ക തന്നിരുന്നു. അപ്പോൾ ആ ചക്ക വെച്ചിട്ട് ഇന്നൊരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ എടുക്കണത്. അതിൻ്റെ പകുതി ഭാഗം തറവാട്ടിലേക്കും കൊടുക്കാമെന്ന് വെച്ച്. ഇന്ന് രാവിലെ തന്നെ മീൻ വാങ്ങാമെന്ന് വെച്ച് പോയപ്പോൾ മീൻകാരൻ ചേട്ടൻ ഒറ്റ പോക്ക്. അപ്പോൾ പിന്നെ ഇന്നത്തെ കറി എന്തായാലും എരിശ്ശേരി ആക്കാമെന്ന് വെച്ചു. പിന്നെ ഇത്തിരി പച്ചപ്പയർ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പച്ചപ്പയറും കൂടി എടുത്തിട്ട് ഒരു കുഞ്ഞ് ഉപ്പേരിയും കൂടിയും വെക്കാമെന്ന് വെച്ചു. അപ്പോൾ എരിശ്ശേരിയും പയറുപ്പേരി എങ്ങനെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഈ ചക്കയും ചക്കക്കൂരും ഒക്കെ കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. വേവിക്കാൻ വേണ്ടി ഞാൻ 2 വിസിലാണ് കേട്ടോ അടിക്കണത്. പിന്നെ ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടി ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ അതിലേക്ക് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ടയാവും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണവരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ചിടാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തു. ഉണക്കമുളക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നേരെ ദേ ചക്കരശ്ശേരിക്ക് അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ദേ പയറുപ്പേരി വെക്കാൻ വേണ്ടി ചീഞ്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതും ചൂടായിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഉള്ളിയും വെളുത്തുള്ളിയും ശരിക്കും ചതച്ചിടന്താണ് കേട്ടോ ടേസ്റ്റ് കൂടാ. ഇതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കൈയോടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചതച്ച മുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു നുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ കല്ലുപ്പ് ഇടുന്ന കാരണം എപ്പോഴും അത് കഴിഞ്ഞിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം ഇട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് പയറൊക്കെ
ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അടി പിടിക്കണ്ടോയെന്നൊക്കെ നോക്കി വന്ന് ഇളക്കിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പയറുപ്പേരും ചക്കലിശ്ശേരിയൊക്കെ ആയിട്ടാണ്. ഇന്ന് പിള്ളേർക്ക് എക്സാം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ഉച്ചഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഭക്ഷണം കഴിക്കാൻ പോകാൻ കേട്ടോ. എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് മാത്രമേ ചോറുണ്ണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിന്ന് ലാവിഷായിട്ട് ചോറുണ്ണാൻ കേട്ടോ. ചക്കലിശ്ശേരിയും പയറുപ്പേരിയും ചമ്മന്തിയും കുക്കുംബറൊക്കെ ആയിട്ട്.